നമസ്കാരം. നളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പഴുതടച്ച സുരക്ഷാ സംവിധാനത്തോടെ ട്രയൽ റൺ നടത്തി. ഞായറാഴ്ച രാവിലെ 11:30 ട്രയൽ റൺ. രാവിലെ 7 മണിയോടെ തന്നെ പോലീസ് നഗരകേന്ദ്രങ്ങളിലേക്കുള്ള വഴികളെല്ലാം അടച്ച് ട്രയൽ റണ്ണിനായി ഒരുക്കങ്ങൾ ആരംഭിച്ചു. കുന്നംകുളത്തേക്കുള്ള എല്ലാ പ്രധാന പാതകളിലും പോലീസ് സാന്നിധ്യം ഉണ്ടായിരുന്നു. വാഹനങ്ങളെ വഴിതിരിച്ചുവിട്ടതോടെ വിഷുദിനത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങിയവരും ക്രിസ്ത്യൻ ദേവാലയങ്ങളിലെത്തിയവരും വലഞ്ഞു. പിന്നീട് 12 മണിക്ക് ശേഷമാണ് നിയന്ത്രണത്തിൽ അല്പം അയവ് വന്നത്. ആലത്തൂർ, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച കുന്നംകുളത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ സജ്ജീകരിക്കുന്ന സുരക്ഷ അതേ രീതിയിൽ തന്നെ ഒരുക്കിയാണ് പരീക്ഷണയോട്ടം നടത്തിയത്. രാവിലെ 6:45 ഡ്യൂട്ടി ചുമതല നിശ്ചയിച്ച സ്ഥലങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ജോലിക്കെത്തി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കൂനമൂച്ചി ചൂണ്ടൽ വഴി നേരിട്ട് നഗരകേന്ദ്രത്തിലെത്തി പൊതുസമ്മേളനം നടക്കുന്ന കുന്നംകുളം പട്ടാമ്പി റോഡിലെ ചെറുവത്തൂർ ഗ്രൗണ്ടിൽ 11 മണിയോടെ എത്തിച്ചേരും. ഇത് സമാന രീതിയിൽ ആവിഷ്കരിച്ചായിരുന്നു ഇന്നത്തെ വാഹനവ്യൂഹങ്ങളുടെ സഞ്ചാരം ഒരുക്കിയത്. ആംബുലൻസ് ഉൾപ്പെടെ 25ഓളം വാഹനങ്ങളുടെ അകമ്പടിയോടെ 11:25 വാഹനവ്യൂഹം കുന്നംകുളം നഗരത്തിലൂടെ കടന്നുപോയത്. പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായി കനത്ത സുരക്ഷയാണ് നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. ഡ്രോണിന് നിരോധനവും ഗതാഗത നിയന്ത്രണവും ഉണ്ട്. തൃശൂർ റേഞ്ച് DIG അജിത ബീഗം, തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ, 16ഓളം DYSP, SP-മാർ എന്നിവരുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. CCTV ന്യൂസ്, കുന്നംകുളം. പ്രധാനമന്ത്രിയുടെ കുന്നംകുളം സന്ദർശനം കുന്നംകുളത്ത് സുശക്തമായ സുരക്ഷയാണ് ഒരുക്കുന്നത്. ഇതിനായി 3000-ലധികം പോലീസുകാരെയാണ് വിവിധ ചുമതലകൾക്കായി നിയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കുന്നംകുളത്ത് എത്തുന്നതിനോടനുബന്ധിച്ച് തൃശൂർ റേഞ്ച് DIG അജിത ബീഗം, ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഴുതടച്ച സുരക്ഷയാണ് കുന്നംകുളം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഒരുക്കിയിട്ടുള്ളത്. സുരക്ഷയ്ക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 3000-ലധികം പോലീസുകാർ കുന്നംകുളത്തെത്തിയിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ തന്നെ ട്രാഫിക് ഉൾപ്പെടെയുള്ളവരുടെ ട്രയൽ നടത്തുന്നതിനുള്ള നടപടികൾ തുടങ്ങി. ഉച്ചയ്ക്ക് 1 മണിവരെ ട്രയൽ റണ്ണിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ നടന്നു. സുരക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ച പോലീസുകാർക്ക് കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് ഡ്യൂട്ടി കാർഡുകൾ വിതരണം ചെയ്തു. പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുന്ന വാഹനങ്ങളും പോലീസ് വാഹനങ്ങളും ഒഴികെയുള്ള എല്ലാ വാഹനങ്ങളുടെയും സഞ്ചാരം കുന്നംകുളം നഗരത്തിലൂടെ പൂർണ്ണമായും നിരോധിച്ചു. പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കരുതെന്നും ജീവനക്കാർ തിരിച്ചറിയൽ കാർഡുകൾ ധരിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CCTV ന്യൂസ്, കുന്നംകുളം. വിഷുദിനത്തിൽ നാടിനെ നടുക്കി പട്ടാമ്പിയിൽ യുവതിയുടെ കൊലപാതകം. പട്ടാമ്പി തീരദേശ റോഡിലാണ് യുവതിയെ കൊലപ്പെടുത്തി തീ കൊളുത്തിയ നിലയിൽ കണ്ടെത്തിയത്. തൃത്താല ആലൂർ സ്വദേശിനി പ്രിയയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകം നടത്തിയെന്നത് കരുതുന്ന ആലൂർ സ്വദേശി സന്തോഷ് ജീവനൊടുക്കി. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയിലെ കൊടുമുണ്ട റെയിൽവേ സ്റ്റേഷന് സമീപത്തെ തീരദേശപാതയിലാണ് യുവതിയെ പട്ടാപ്പകൽ കുത്തി കൊലപ്പെടുത്തി തീ കൊളുത്തിയ നിലയിൽ കണ്ടെത്തിയത്. തൃത്താല ആലൂർ കാങ്കത്തുപടി ശിവന്റെ മകൾ പ്രവിയയാണ് കൊല്ലപ്പെട്ടത്. 30 വയസ്സാണ്. ഞായറാഴ്ച രാവിലെ 8:30 മണിയോടെയായിരുന്നു സംഭവം. പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയായ പ്രവിയ രാവിലെ ജോലിക്ക് പോകുന്ന വഴിയാണ് കൊല്ലപ്പെട്ടത്. വഴിയാത്രക്കാരാണ് യുവതിയെ തീ കത്തിയ നിലയിൽ കണ്ടെത്തിയത്. സമീപത്ത് ഒരു കത്തിയും ഇവരുടെ സ്കൂട്ടറും കിടപ്പുണ്ട്. യുവതിയെ കൊലപ്പെടുത്തിയതിനു ശേഷം തീ കൊളുത്തി എന്നതാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന മൂലത്തൊടി 40 വയസ്സുകാരൻ സന്തോഷിനെ വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. നേരത്തെ സന്തോഷ് നടത്തിയിരുന്ന ഫോട്ടോസ്റ്റാറ്റ് കടയിലെ ജീവനക്കാരിയായിരുന്നു മരിച്ച പ്രവിയ. 8:30 മണിയോടെ ഈ വഴി വന്ന നാട്ടുകാരാണ് സ്കൂട്ടറിന് സമീപത്ത് യുവതിയെ കത്തിയ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് സ്റ്റേഷനിലും ഫയർഫോഴ്സിലും വിവരം അറിയിക്കുകയായിരുന്നു. പട്ടാമ്പിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. ഷൊർണൂർ DYSP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിഷുദിനത്തിൽ നാടിനെ നടുക്കിയ ദുരന്തമായി കൊലപാതകം മാറിക്കഴിഞ്ഞു. സംഭവത്തെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷിച്ചു വരികയാണ്.
പട്ടാമ്പിയിൽ യുവതിയെ പട്ടാപ്പകൽ റോഡിൽ വെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിൽ പ്രണയ നൈരാശ്യമെന്ന് സൂചന. ഈ മാസം 29-ന് വിവാഹം നിശ്ചയിച്ചിരുന്ന യുവതിയെയാണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിലാണ് പോലീസ്. പട്ടാമ്പി തീരദേശപാതയിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഈ മാസം 29-ന് വിവാഹം നിശ്ചയിച്ചിരുന്ന ആലൂർ കാങ്കത്തുപടി ശിവന്റെ മകൾ പ്രവിയെയാണ് കൊല്ലപ്പെട്ടത്. 30 വയസ്സാണ്. തൃത്താല ആലൂർ സ്വദേശിയായ സന്തോഷാണ് കൊലപാതകം നടത്തിയെന്നും ഏറെക്കുറെ പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കൊലപാതകത്തിന് ശേഷം ആത്മഹത്യ ശ്രമിച്ച സന്തോഷിനെ അതീവ ഗുരുതരാവസ്ഥയിൽ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇയാളും മരിക്കുകയായിരുന്നു. ഇരുവരും അടുപ്പത്തിലായിരുന്നുവെന്നും ഇതിൽ നിന്നും പ്രവിയ പിന്മാറി മറ്റൊരാളെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചതുമാണ് കൊലപാതകത്തിന് പ്രകോപനമായതുമെന്നാണ് പോലീസ് സംശയം. നേരത്തെ മറ്റൊരാളെ വിവാഹം ചെയ്ത പ്രവിയ പിന്നീട് ഈ ബന്ധം വേർപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷമാണ് പ്രവിയ സന്തോഷുമായി അടുപ്പത്തിലായത്. തന്റെ വിവാഹം കഴിക്കണമെന്ന് സന്തോഷ് പ്രവിയെ നിർബന്ധിച്ചിരുന്നതായും പറയുന്നുണ്ട്. എന്നാൽ പ്രവിയ ഇതിന് തയ്യാറാകാതെ ബന്ധത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. തുടർന്നാണ് മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചത്. ഇതിലെ പ്രകോപനമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സംശയം. തുടക്കത്തിൽ കൊല്ലപ്പെട്ട ആളെ തിരിച്ചറിഞ്ഞിരുന്നില്ല. ആലൂർ സ്വദേശിനിയാണ് മരിച്ചതെന്നറിഞ്ഞതോടെയാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. ഇതിനിടെയാണ് യുവതിയെ ആക്രമിച്ചത് സന്തോഷാണെന്നും ഇയാൾ ജീവനൊടുക്കാൻ ശ്രമിച്ചുവെന്നും മനസ്സിലായത്. പ്രവിയ നേരത്തെ വിവാഹിതയായിരുന്നു. ഇതിൽ ഒരു കുട്ടിയുണ്ട്. എന്നാൽ ഭർത്താവുമായുള്ള ബന്ധം വേർപ്പെടുത്തിയതാണ്. മരിച്ച സന്തോഷിനും ഭാര്യയും 2 മക്കളുമുണ്ട്. ഭാര്യയുമായുള്ള ബന്ധം സന്തോഷും വേർപ്പെടുത്തിയതാണ്. ചാലിശ്ശേരി മുലയംപറമ്പ് ക്ഷേത്രത്തിന് സമീപത്തെ ഇറക്കത്തിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച വൈകുന്നേരം 4:15 അപകടം. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് എതിർദിശയിലേക്ക് നീങ്ങിയതോടെ ചാലിശ്ശേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്ക് ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ചാലിശ്ശേരി കുന്നത്തേരി സ്വദേശികളായ 2 ബൈക്ക് യാത്രികർക്കും ഓട്ടോ യാത്രക്കാരായ 2 പെരിങ്ങോട് സ്വദേശികൾക്കുമാണ് പരിക്കേറ്റത്. 3 പേരുടെ പരിക്ക് അതീവ ഗുരുതരമാണ്. അപകടത്തിനിടയാക്കിയ ഓട്ടോറിക്ഷ ഒറ്റപ്പിലാവ് ഭാഗത്ത് വെച്ച് അപകടത്തിൽപ്പെട്ട ശേഷമാണ് കൂറ്റനാട് ഭാഗത്തേക്ക് വന്നിരുന്നത്. അപകടത്തിൽ 2 വാഹനങ്ങളും തകർന്നു. പരിക്കേറ്റ 4 പേരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് വൻ കവർച്ച. ലോക്കറിൽ സൂക്ഷിച്ച 350 പവനോളം സ്വർണം കവർന്നതായി നിഗമനം. പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപത്ത് താമസിക്കുന്ന മണൽത്തറയിൽ രാജീവിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. കുടുംബത്തോടൊപ്പം ദുബായിൽ താമസിക്കുന്ന രാജീവ് 2 ആഴ്ച മുമ്പാണ് നാട്ടിൽ വന്ന് തിരിച്ചുപോയത്. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ വീട് വൃത്തിയാക്കാനായി എത്തിയ ജോലിക്കാരിയാണ് വീടിന്റെ പുറകുവശത്തെ ഗ്രില്ല് പൊട്ടിച്ച നിലയിൽ കണ്ടത്. അകത്ത് കയറി നോക്കിയപ്പോൾ മുറികളും അലമാരകളും തുറന്നിട്ട നിലയിലായിരുന്നു. ഇവർ വിവരം അറിയിച്ചതനുസരിച്ച് ബന്ധുക്കളെത്തി രാജീവിനെ വിളിച്ച് വിവരം പറയുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ലോക്കറിൽ സൂക്ഷിച്ച 2 കോടിയോളം രൂപ വില വരുന്ന 350 പവനോളം സ്വർണം മോഷണം പോയതായി അറിയുന്നത്. മലപ്പുറം SP, തിരൂർ DYSP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിവരം അറിഞ്ഞ ഉടമ രാജീവ് പുലർച്ചെയോടെ നാട്ടിലെത്തി. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നഷ്ടപ്പെട്ട വസ്തുക്കളുടെ വിവരം ലഭിക്കുകയുള്ളൂ. മലപ്പുറം SP-യുടെ മേൽനോട്ടത്തിൽ തിരൂർ DYSP-യാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. സുരക്ഷാ ക്യാമറകളുള്ള വീട്ടിൽ നിന്ന് CCTV-യുടെ DVR അടക്കം മോഷ്ടാവ് കവർന്നതായാണ് വിവരം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി നാട് വിഷു ആഘോഷിക്കുന്നു. വിഷുക്കണി ഒരുക്കിയും കൈനീട്ടം നൽകിയും മലയാളികൾ വിഷുവിനെ വരവേറ്റു. പുത്തൻ പ്രതീക്ഷകളുമായി മറ്റൊരു വിഷുദിനം കൂടി. കണിയൊരുക്കി കൈനീട്ടം വാങ്ങി പുതുവർഷത്തെ വരവേറ്റ് ഇന്ന് നാട് വിഷു ആഘോഷിക്കും. ശ്രീകൃഷ്ണ പ്രതിമയ്ക്ക് മുന്നിൽ വിവിധ തരത്തിലെ പഴങ്ങളും ഉണക്കലരി, നാണയം, പുതിയ വസ്ത്രം, സ്വർണം എന്നിവ അമ്മമാർ പ്രത്യേകം താലത്തിലൊരുക്കി കണിവെച്ചു. പുലർച്ചെ മുതിർന്നവർ കുട്ടികളെ വിളിച്ചുണർത്തി കണി കാണിച്ചു. തുടർന്ന് മുതിർന്നവർ എല്ലാവർക്കും കൈനീട്ടം നൽകി വിഷുദിനാഘോഷം തുടങ്ങി. ഇന്നലെ മുതൽ വിഷുവിനെ വരവേറ്റ് വീടുകൾ തോറും പടക്കം പൊട്ടിച്ചു. പുതുവർഷത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാനാണ് കണിയൊരുക്കി കൈനീട്ടം നൽകുന്നതായുള്ള വിശ്വാസം. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത 1 വർഷക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് പ്രാധാന്യമുണ്ട്. ഗുരുവായൂർ, അമ്പലപ്പുഴ പോലെയുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ മേടവിഷു വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കാറുണ്ട്. ന്യൂസ് ഡെസ്ക് CCTV. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിഷുക്കണി കാണാൻ നിരവധി വിശ്വാസികളെത്തി. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വലിയ തിരക്കും അനുഭവപ്പെട്ടു. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിഷുദിനത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്.
പുലർച്ചെ 4 മണിക്ക് മുതൽ തന്നെ കണി കാണൽ ആരംഭിച്ചു. ക്ഷേത്രം മേൽശാന്തി സജീവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷ പൂജകളും ഉണ്ടായിരുന്നു. രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. മണിക്കൂറോളം ക്യൂ നിന്നാണ് പലർക്കും ദർശനവും ലഭിച്ചത്. തളി മഹാദേവ ക്ഷേത്രത്തിൽ 5 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ഉത്സവത്തിന് സമാപനമായി. 5ാം ദിവസമായ ഞായറാഴ്ച രാവിലെ ഉഷനിവേദ്യം, ആറാട്ടുബലി, കൊടിയിറക്കൽ, ആറാട്ട് തിരിച്ചെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം എന്നിവയുണ്ടായി. ശേഷം ഉച്ചപൂജ, 25 കലശം, ശ്രീഭൂതബലി, വിഷുദിനത്തിൽ ഉച്ചയ്ക്ക് വിഷുസദ്യയും ഒരുക്കിയിരുന്നു. തളി കിരാതമൂർത്തി ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായി ശ്രീകോവിലിന്റെ കട്ടിളവെപ്പ് നടന്നു. ക്ഷേത്രം തന്ത്രി ഈക്കാട്ട് കുഞ്ഞനിയൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ശൈശവ സ്വാധന സംഘമായ കോവൈ അരൺപണി അരക്കെട്ടൽ ഭാരവാഹികൾ, മോക്ഷ ട്രസ്റ്റ് ചെയർമാൻ ഏഴിക്കോട് ശശി നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ബാലാലയത്തിൽ വിഷുദിനത്തിൽ രാവിലെ 6-ന് വിഷുക്കണി ദർശനം, പ്രത്യേക പൂജ, ധാര, അഭിഷേകം, നിവേദ്യം എന്നിവയുണ്ടായി. തമിഴ് വാസ്തുശൈലിയിലാണ് ശ്രീകോവിൽ നിർമ്മാണം. തഞ്ചാവൂരിൽ നിന്നുള്ള ശില്പികളാണ് ക്ഷേത്ര നിർമ്മാണം നടത്തുന്നത്. ശിലകൾ തമിഴ്നാട്ടിൽ നിന്നുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മോക്ഷ ട്രസ്റ്റാണ് ക്ഷേത്ര നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. തളി കീഴ്പ്പാടത്ത് കിരാതമൂർത്തി പ്രതിഷ്ഠയ്ക്കൊപ്പം 12 ശ്രീകോവിലുകളിലായി 108 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിക്കും. ഇനി നവമാധ്യമ കാഴ്ച. പടക്കം പൊട്ടിക്കാതെ വിഷു ആഘോഷം പൂർണ്ണമാകില്ല. ഉള്ളിൽ ധൈര്യമുണ്ടെന്ന് പുറമേ കാട്ടി അബദ്ധങ്ങൾ കാണിക്കുന്നവരുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അത്തരം ദൃശ്യമാണ് ഇന്ന് വിഷു സ്പെഷ്യൽ നവമാധ്യമ കാഴ്ചയിൽ. ഇതോടെ നിലയേറെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.